വലിയ വില കൊടുത്ത് മുഖം തിളങ്ങുന്നതിന് വേണ്ടി മസാജിങ് ക്രീമൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ ചർമ്മം തിളക്കം വെക്കാൻ ഒരു അടിപൊളി ഒരു മസാജിങ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു മസാജിങ് ക്രീം നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ചാൽ മതി, നിങ്ങളുടെ ചർമ്മം നല്ല പോലെ തിളക്കം വെക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നതും അതെങ്ങനെയാണ് ചർമ്മത്തിൽ തേക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചർമ്മത്തെ തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു മസാജിങ് ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചർമ്മത്തെ തിളക്കത്തിന് വേണ്ടി പലതരം ക്രീമുകളൊക്കെ നമ്മൾ ഓരോ ദിവസവും മേടിച്ച് ചർമ്മത്തിൽ തേക്കാറുണ്ട്. എന്നിട്ട് പോലും ചർമ്മത്തിന് മാറ്റം ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഈ പറയുന്ന മസാജിങ് ക്രീം നിങ്ങളുടെ ചർമ്മത്തിൽ ഒന്ന് തേച്ചാൽ മതി, ചർമ്മം നല്ല പോലെ തിളക്കം വെക്കുന്നതാണ്. ഈ മസാജിങ് ക്രീം ഇട്ടതിന് ശേഷം ഞാൻ പറയുന്ന പോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നല്ല പോലെ നടക്കുകയും അതുമൂലം സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും സഹായിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ചർമ്മത്തിൽ ഇതൊന്നും തേച്ചതിന് ശേഷം ഞാൻ പറയുന്ന പോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ തുടച്ച് മാറ്റി നല്ല തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല പോലെ തിളങ്ങുന്ന ചർമ്മം നേടാൻ സാധിക്കും. എന്തായാലും ആ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നതും അതെങ്ങനെയാണ് ചർമ്മത്തിൽ തേക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ ചർമ്മത്തെ തിളക്കം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഈ ഒരു മസാജിങ് ക്രീം നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ചാൽ മതി, നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ്. വെറുതെ പറയുന്നതല്ല, ഞാനിവിടെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചർമ്മത്തിന് ഇനി പിഗ്മെന്റേഷനും ടാനും ഒന്നും വരുത്തില്ല. ചർമ്മം നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും സഹായിക്കുന്നതാണ്. ആ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു കാര്യം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പപ്പായയാണ്, അതായത് ഓമയ്ക്ക. പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമയ്ക്ക എന്നാണ് പറയുന്നത്. ഓമയ്ക്ക ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പഴുത്ത ഓമയ്ക്ക. അത് നല്ലതുപോലെ ഉടച്ചിട്ട് അതിൻ്റെ ആ ഒരു ഈ കാണുന്ന വെള്ളം കണ്ട് അതിൻ്റെ ഒരു ജ്യൂസ് അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഞാൻ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് അരിപ്പയെ വെച്ച് അരിച്ചെടുക്കാം, അതല്ലെങ്കിൽ തുണിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച്. ഞാൻ എന്തായാലും അരിപ്പയെ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പപ്പായയുടെ അതായത് ഓമയ്ക്കയുടെ ജ്യൂസ് പിഴിഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഒരു പപ്പായയുടെ നിന്ന് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയത് 1.5 ടേബിൾ സ്പൂണാണ് കിട്ടിയത്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ആ ഒരു ഓമയ്ക്ക പപ്പായ എടുത്തത്. അതിൻ്റെ ആ ഒരു ജ്യൂസ് എനിക്ക് കിട്ടിയത് 1.5 ടേബിൾ സ്പൂണാണ്. അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ്. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പപ്പായ ഓമയ്ക്ക എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ നിറം നൽകാൻ സഹായിക്കുന്നതാണ്. നമ്മൾ അടുപ്പിച്ച് ഈ ഒരു മസാജിങ് ക്രീം ഇട്ട് ഫേസ് മസാജ് ചെയ്യുന്നത് കൊണ്ട് സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ ഈ ഒരു മസാജിങ് ക്രീമിൽ നിന്ന് സാധിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനും ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തെ നല്ല പോലെ നിറം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ്. സ്കിൻ നല്ല പോലെ ഗ്ലോ ആക്കാൻ ഗ്ലിസറിൻ നിന്ന് സാധിക്കും. നമുക്ക് ഗ്ലിസറിൻ വേണ്ടത് 1/2 ടേബിൾ സ്പൂണാണ് ഗ്ലിസറിൻ വേണ്ടത്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ആണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആണ് ചേർക്കേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണാണ് ഒലിവ് ഓയിൽ വേണ്ടത്. അങ്ങനെ ഒലിവ് ഓയിൽ ചേർത്തതിന് ശേഷം ഇനിയും ഇത് നല്ല പോലെ മിക്സ് ആക്കുക. നിങ്ങൾ ഈ ഒരു മസാജിങ് ക്രീം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാനിതൊരു ടിന്നിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ മസാജിങ് ക്രീം അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇത് ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം.
അങ്ങനെ നമ്മുടെ മസാജിങ് ക്രീം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഇട്ടിട്ടുള്ള ഫേസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതും അത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം എത്ര നിറക്കുറവുള്ളവരാണെങ്കിലും നിറം വെക്കാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. ഇത് നമ്മുടെ ചർമ്മത്തെ നല്ല പോലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ ടോൺ പെട്ടെന്ന് കൂട്ടാനുമൊക്കെ സഹായിക്കുന്നതാണ്. ചർമ്മത്തിൻ്റെ ഗ്ലൂട്ടാത്തോണിൻ്റെ അളവ് കൂട്ടുന്നത് മൂലം ചർമ്മം നല്ല പോലെ നിറം വെക്കാൻ ഈ ഒരു മസാജിങ് ക്രീമിൽ നിന്ന് സാധിക്കും. നിങ്ങൾക്ക് ഫേസിനാണ് വേണമെങ്കിൽ ഇടാൻ, കൈമുട്ടിൽ കയ്യിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മസാജിങ് ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ മസാജിങ് ക്രീം നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും ഞാൻ ഫേസിലിട്ടിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് പറയാം. എന്തായാലും ഞാൻ ഇത് താഴേക്കൊന്ന് വെക്കട്ടെ. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കയ്യിലേക്ക്. അത് ഫേസിലേക്ക് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക ആദ്യം. അതിനുശേഷം കൈകൾ തമ്മിൽ ഉരച്ചതിന് ശേഷം നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ശേഷം മുകളിലേക്ക് ഓക്കെ ഇതുപോലെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ഓക്കെ ഇവിടെ പിടിച്ചിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഓക്കെ ഓക്കെ ഇതുണ്ട്. ഈ വിരൽ കൊണ്ടിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഇതുപോലെ ശേഷം റൗണ്ട് ഓക്കെ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ എന്നിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ആ ഒരു കറുപ്പൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു 3 പ്രാവശ്യം വെച്ചിട്ട് ഈ പറഞ്ഞ മസാജൊക്കെ ഇങ്ങനെ ഉള്ളതും ഇങ്ങനെ ചെയ്യുന്നതും ഒക്കെ ചെയ്യുക. ഫേസ് നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഈ ഒരു മസാജ് ചെയ്യുന്നത് കൊണ്ടൊക്കെ സാധിക്കും. ഇത് സിമ്പിൾ മസാജാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. എങ്ങനെയാണ് മസാജിങ് ക്രീം തയ്യാറാക്കിയെന്ന് കണ്ടല്ലോ. അതെങ്ങനെയാണ് ചർമ്മത്തിൽ തേച്ചിട്ട് മസാജ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതേപോലെ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ ചർമ്മം തിളക്കം വെക്കാൻ ഈ ഒരു മസാജിങ് ക്രീമിൽ നിന്ന് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നല്ല തിളങ്ങുന്നതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി വലിയ വില കൊടുത്ത് ക്രീമോ ഒന്നും നിങ്ങൾ മേടിക്കേണ്ട. ഈ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം നിങ്ങളുടെ ചർമ്മത്തിലൊന്ന് തേച്ചാൽ മതി. നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.